ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഓൾ. ഇന്ന് ഞാൻ ഇവിടെ ഒരു വാട്ടർമെലൺ ഷെയ്ക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ചൂടുകാലത്ത് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു ഫ്രൂട്ടാണ് വാട്ടർമെലൺ. അതുപോലെ നോമ്പിനും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണിത്. അതിനായിട്ട് 2 പാർട്ടായിട്ട് ഞാൻ വാട്ടർമെലൺ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വലിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തു, അതുപോലെ തന്നെ ചെറിയ പീസാക്കിയിട്ടും കട്ട് ചെയ്തു. വലിയ പീസാക്കിയത് ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടി അളവ് വാട്ടർമെലൺ വേണമെങ്കിൽ കുറച്ചുകൂടി അളവിലെടുക്കാം. ഇതിലേക്ക് ഞാൻ അതുപോലെ പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡാണ് എടുക്കുന്നത്. വാട്ടർമെലൺ ആയതുകൊണ്ട് തന്നെ കുറച്ച് മധുരം മാത്രമേ ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിട്ട് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് അവോയ്ഡ് ചെയ്തിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്ത് 4 ഗ്ലാസ് പാലാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അതിൽ നിന്ന് 1 ഗ്ലാസ് പാല് ഫസ്റ്റ് മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ തന്നെ ഒന്ന് ജ്യൂസ് ചെയ്തിട്ട് എടുത്തിട്ട് വരികയാണ്. കസ്കസും കൂടി ഇതിലേക്ക് ചേർക്കാനായിട്ട് കുതിർത്ത് വെക്കണം. ഞാൻ ഇതിൽ കുതിർത്ത് വെച്ച 3 ടേബിൾ സ്പൂൺ കസ്കസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനിയൊരു പാത്രത്തിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത വാട്ടർമെലൻ്റെ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കുതിർത്ത് വെച്ച കസ്കസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബാക്കി വരുന്ന പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. 4 ഗ്ലാസ് പാലല്ലേ, അതായത് 1 ലിറ്റർ പാല്, അതിൽ നിന്ന് 1 ഗ്ലാസ് എടുത്തോ, ബാക്കി 3 ഗ്ലാസ് പാല് ഇപ്പോൾ ഒഴിച്ചെടുക്കാം. അതിനുശേഷം ഇതാ ഞാൻ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ജ്യൂസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരോടും ബായ്.